നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് ഞാൻ ഈ ഇട്ടിരിക്കുന്ന സാരിയുണ്ട്, ഇത് സിൽക്ക് ഓർഗൻസയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഞാനിതിങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ചാടി വാങ്ങിയതാണ്. പേഴ്സണൽ പർച്ചേസിന് വേണ്ടിയിട്ട് ഒരേ പീസ് ഉണ്ടായുള്ളൂ. അപ്പം നമ്മൾ ഹോൾസെയിൽ സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്തെങ്കിലും ഇത് അവരുടെ ഒരു സെക്ഷനിലുള്ള റീറ്റെയിൽ സെഗ്മെൻറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ബൈ ഹാൻഡ് കുമോസ് ഷിബോറി എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഒരു ജാപ്പനീസ് ടെക്നിക്കിലാണ് ഇതിൻ്റെ ഹാൻഡ് ഡൈയിങ് വരുന്നത്. ഹാൻഡ് പ്രോസസ്സാണ് ഈ ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. എന്നാന്ന് വെച്ചാൽ കുമോ ഷിബോറി, പിന്നെ സിൽക്ക് ഓർഗൻസ വിത്ത് പൈപ്പിംഗ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ബ്ലൗസ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളുടെ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത്. ബാക്ക് പീസിലേക്ക് ഞാനിങ്ങനെ ആ ഒരു പാറ്റേൺ ചെയ്തെടുത്തു. നല്ല നൈസാണ്, സിൽക്ക് ഓർഗൻസയാണ്. അപ്പം അത് അതിന് ആ ഒരു ടെക്നിക്ക് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. കുമോ ഷിബോറി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബൈ ഹാൻഡ് ടെക്നിക്കിൽ അവർ ചെയ്തെടുക്കുന്ന ഒരു ക്രിയേഷനാണ്. അപ്പോൾ നമ്മളുടെ ടെസർ മെറ്റീരിയലിലേക്ക് പോകാം. വളരെ സ്പെഷ്യലായിട്ടുള്ള എപ്പോഴും നിന്ന് പോകുന്ന ഒരു കളക്ഷനാണ് ടെസറിൽ വന്നിട്ട്. ജൂട്ട് വീവിങ്ങിൽ വന്ന ഒരു ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഒരു 8 വർഷത്തിന് മേലെയായിട്ട് പൂണോളിൽ സിൽക്സിൻ്റെ ഒരു മാസ്റ്റർ പീസ് വീവ് സാരിയാണിത്. ഒരുപാട് പേര് നമ്മളുടെ അടുത്തുനിന്ന് ഈ സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിന്ന് പോകുന്ന, ഇപ്പം വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിത് നിർത്തിയതായിരുന്നു. പക്ഷേ എവർഗ്രീൻ കളക്ഷൻ എന്ന് പറയാം, ആ രീതിയിലേക്ക് ടെസറിലേക്ക് ത്രെഡ് വീവിങ് വന്ന സാരീസാണ്. സാരിയുടെ പാറ്റേണിലും ഡിസൈനിലുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇരിക്കുന്നത്. ഒരുപാട് തിളക്കങ്ങളില്ല. ആ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഫാബ്രിക്കിൻ്റെ വീവിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് സാരിയെ സ്പെഷ്യലാക്കുന്നത്. ഇതൊരു ലൈറ്റ് ലൈലാക്ക് ഷെയ്ഡ്. ഇത് വീണ്ടും കുറച്ച് ഡിഫറെൻ്റ് ആയൊരു കളർ. ഇതിനേലും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റാണ്. ഇത് നോക്കൊരു ഡസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ്. ഇതൊക്കെ വന്ന് കണ്ട് ഫീൽ ചെയ്ത് നിങ്ങൾ എടുത്തോളൂ, അപ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ സാരി വാങ്ങുമ്പോഴുള്ള ഒരു പ്രത്യേകത, ഞാനിത് എല്ലാ കാലവും പർച്ചേസിൻ്റെ സമയത്ത് നിങ്ങളോട് പറയാറുണ്ട്, ഈ പിൻ ചെയ്യുന്നിടത്ത് ഒരു പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം പിൻ ചെയ്യാനായിട്ട്. മേ ബി സ്ലിപ്പേജ് വരാൻ വഴിയുണ്ട്. കാരണം ഇത് ടെസർ ബൈ ത്രെഡാണ്. അപ്പോൾ ആ ഒരു കോട്ടൺ ആണ് ഈ ത്രെഡിൻ്റെ കാന്ത വീവിങ് പോലെ പോയിരിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ അത് ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ടിൽ വീവിങ് പോലെയാണ് ഇതിൻ്റെ വെപ്പും വാർപ്പും വരുന്നത്. പ്യുവറാണ്, ഹാൻഡ്ലൂം. അപ്പം കുറച്ച് സേഫായിട്ട് ഇവിടെ പിൻ ചെയ്യുന്ന ഇടം മാത്രം സൂക്ഷിക്കുക. പിന്നെ ടെസർ ഉപയോഗിക്കുന്ന പോലെ തന്നെ അത്ര സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക. Onulal Design.